സുഹൃത്തുക്കൾ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അയ്യൂച്ചൻ പഠിക്കുന്ന സ്കൂളിലാണ്. അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചു. അയ്യൂച്ചന് ഛർദിയും ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂളിൽ വന്നു. നമ്മുടെ മയ്യിലുള്ള എട്ടയാറുള്ള ഗ്രേഷ്യൻസ് സ്കൂളിലാണ് ഉള്ളത്. എന്താ അയ്യൂച്ച എൻ്റെ കൂടെയുണ്ട്. അയ്യൂച്ച രാവിലെ എന്താ കഴിച്ചേ? ആപ്പിള്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ മയ്യിൽ ജുനൈർ ഡോക്ടറെ അടുക്ക പോയി കാണിക്കണം. അയച്ചൻ മുഖത്ത് ചെറിയ ക്ഷീണമുണ്ട്. എന്തായാലും പോയി കാണിക്കാം അല്ലേ? എന്തായാലും എനിക്ക് പ്രശ്നം ഇപ്പോൾ പനി, ഛർദി, തലവേദന, ഈ 3 സംഭവങ്ങളുണ്ട് അല്ലേ? ഓക്കെ, സൂചി വെക്കേണ്ടി വരുമോ? ചിലപ്പോൾ ജുനൈർ ഡോക്ടർ പറയും സൂചി വെക്കണം എന്ന് പറയും. സൂചി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല അല്ലേ? എടാ, ഇന്ന് അസിക്കൂട്ടം ഒറ്റയ്ക്ക് വരണ്ടല്ലോ വയ്യാനോ. അപ്പോൾ നമുക്ക് നേരെ മയ്യിലേക്ക് പോകാം. എന്നാലേ മയ്യിലെ ജുനൈർ ഡോക്ടറെ എടുക്കാൻ പോലെ. എന്നിട്ട് പൈസ പോവുക. ഉമ്മ പറഞ്ഞ് കളിക്കാനൊന്നും വിടണ്ട, പൈസയിൽ പോയിക്കോ, 5 മണിയാകുമ്പോൾ വീട്ടിലെത്തണം എന്ന് പറഞ്ഞ്. ഉപ്പാക്കാണെങ്കിൽ ഇന്ന് ഒരുപാട് തിരക്കുണ്ട്, സൈറ്റിൽ ഇന്ന് വർക്കേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ജുനൈർ ഡോക്ടറെ അടുക്ക പോവാം, എന്നിട്ട് കാണിച്ചിട്ട് നേരെ പൈസ പോവാം. പൈസയിൽ നിന്ന് അച്ഛന്മാരുടെ പോയിട്ട് കഞ്ഞിയും പയറും കുടിക്കാം. നല്ലോണം കഞ്ഞിയും പയറും കുടിച്ചാൽ നിന്റെ പനിയും ഛർദിയും തലവേദനയെല്ലാം പോവും. അച്ഛമ്മ നല്ല വെള്ളക്കഞ്ഞിനെ തരുക, കഞ്ഞിയും പയറും. അപ്പം നമുക്ക് സമയം കളയണ്ട, നേരെ ജുനൈർ ഡോക്ടറെ അടുക്ക പോവാം. ചിലപ്പോൾ ആടെ ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കും. അങ്ങനെ നമ്മൾ ജുനൈർ ഡോക്ടറെ കാണിച്ചു അല്ലേ? ജുനൈർ ഡോക്ടറെ അടുക്ക അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷേങ്കിൽ സ്കൂൾ കുട്ടിയായതുകൊണ്ട് പെട്ടെന്ന് കയറ്റി. നല്ല ഡോക്ടർ കേട്ടോ, നല്ല കൈപ്പുണ്യമുള്ള ഡോക്ടർ അല്ലേ ജുനൈർ ഡോക്ടർ? പിന്നെ എടാ, ഉപ്പാക്ക് വിശക്കുകയും ചെയ്യുന്നടാ. ഇത് നേരെ പോവല്ലേ? നിന്റെ ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ? എന്നാ ഉള്ളേ ഇതിൽ? ലഞ്ച് ബോക്സിൽ ഇതിലെന്താ ഉള്ളേ? ചോറുണ്ടാ? ഇത് കഴിച്ചാലെന്നാല് പൈസ നയിക്ക്. നോക്കട്ടെ എന്താ ഉള്ളേ നോക്കട്ടെ. നീ വെള്ളം കുടിക്കതാ. ഉപ്പൊക്കെ പോണോ? വെള്ളം കുടിക്കേ. ഹിന്ദിക്കാരെ വിളിക്കുന്നുണ്ട് അവിടുന്ന്. നല്ലോണം വെള്ളം കുടിക്കും. വൈറൽ പനിയാന്നാ പറഞ്ഞേ അല്ലേ ഡോക്ടർ? വൈറൽ പനി. അപ്പോൾ തൊണ്ടവേണ്ട. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്നത്. കാരണം വൈറൽ പനി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്കിത് നോക്കാമല്ലോ. എന്നാൽ ഇതിലൊന്ന് എടാ ചോദിച്ചാ, അച്ഛൻ്റെ ടിഫിൻ ബോക്സിൽ എന്താ ഉമ്മ വെച്ച് നോക്കട്ടെ ഫുഡ്. ആക്ച്വലി ഞാനിന്ന് രാവിലെ അവിടെ വീട്ടിലുണ്ടായില്ല. നമ്മളെ ഫാമിലിയിൽ ഒരാൾ മരണപ്പെട്ടു പോയി. അപ്പോൾ അവിടെ പോയി ഞാൻ. അപ്പോൾ രാവിലെ സ്കൂളിൽ അയക്കുന്ന സമയത്ത് ഞാനുണ്ടായില്ല. അപ്പോൾ എന്നാ കറിയാക്കി തന്നിട്ടുമ്മ. മസാലക്കറി അല്ലേ? മസാലക്കറി അല്ലേ ഇത്? സാമ്പാറാ? ഓക്കെ, ഇത് സാമ്പാർ. എടാ, ഉപ്പാക്ക് വിശക്കുന്നടാ. ആനേനെ തിന്നേണ്ട വിശപ്പുണ്ട് ഉപ്പാക്ക്, അറിയോ? ഇതിലെന്നാ നോക്കട്ടെ. സാമ്പാറും നിൻ്റെ ഉമ്മ എന്തെല്ലാം ആക്കി. ഓഹോ, ഇത് എൻ്റെ വൈഫിൻ്റെ സ്പെഷ്യൽ ഐറ്റംസാണ്. ഇതെന്താ സാധനം? സോയാബീൻ. ടേസ്റ്റ് ഉണ്ട്. നിൽക്കണ വേണ്ട, നീ തിന്നണ്ട, നീ ചിലപ്പോൾ ഛർദിക്കോ. സോയാബീനും ഇതാ ചോറ്. ഞാൻ കാണിച്ചു തരാം ഫോണ്. ഇത് തിന്നിട്ടാ പോന്നെ? അതാ പാത്രമെല്ലാം പോന്ന. അപ്പോൾ ഗൈസ്, ഇതാ എൻ്റെ അയ്യച്ചൻ ഇന്നത്തെ ഫുഡ്. ഇത് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടതാണ്, പക്ഷെ കഴിക്കാൻ പറ്റില്ല. നല്ല ചോറ്, പിന്നെ സോയാബീൻ പൊരിച്ചത്, പിന്നെ സാമ്പാർ കറി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അത് കഴിച്ചു നോക്കിയില്ല. എനിക്ക് തോന്നുന്നു മസാല കറിയാന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് ഇവരെ സ്കൂളിലത്തെ ഭക്ഷണം. പ്യുവർ വെജ് അല്ലേ? വെജ്, നോൺ വെജ് പറ്റൂലല്ലോ സ്കൂളിൽ? ഇല്ലല്ലേ? സോയാബീനാ? എടാ, സോയാബീൻ കഴിക്കണ്ട. നിങ്ങൾക്ക് പനിക്കുന്നില്ലേ? പനിയും ഛർദി എന്നല്ല പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഭക്ഷണം എടുത്തിട്ട് നേരെ പഴശ്ശി പോയിട്ട് പിന്നെ ഉമ്മാമ്മയുടെ അടുക്ക പോയിട്ട് നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് കഞ്ഞിയും ഉപ്പാക്ക് സോയാബീനും ചോറും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സോയാബീൻ വേണം.
ഇന്നത്തെ വീഡിയോ ഇതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.